ഈ വാർത്ത ഞാൻ വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുമില്ല. രോഹിത്തിൻ്റെ അവസാന ODI മത്സരമാണ് സൺഡേ നടക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേജസും ചാനലുകളൊക്കെ. രോഹിത്തിൻ്റെ അവസാന മത്സരമായിരിക്കും സൺഡേ നടക്കുന്ന ODI എന്ന് പറഞ്ഞിട്ടുള്ളത്. ODI വേൾഡ് കപ്പിൻ്റെ പ്ലാനിൽ രോഹിത് ശർമ്മ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യരുതടാ, ഒരിക്കലും അത് ചെയ്യരുത്. രോഹിത് എന്തായാലും വേണം ODI വേൾഡ് കപ്പിൽ. രോഹിത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ODI വേൾഡ് കപ്പ് നേടുക എന്നത്. അപ്പോൾ ആ മത്സരത്തിൽ നിങ്ങൾ കളിപ്പിക്കുന്നത് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് വരാടാ നിങ്ങളുടെ ലെജൻഡിനെ നടക്കുന്നത്. രോഹിത് ശർമ്മ 2019 ODI വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോർ, വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്കോർ. 2023 ODI വേൾഡ് കപ്പിൽ 2ാം സ്ഥാനം, മോസ്റ്റ് റൺസിൽ സെക്കൻഡാണ് രോഹിത് ശർമ്മ. 2027 ODI വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ രോഹിത് വേണ്ടാകുന്നു. അവിടെ ആരെയാണ് നിങ്ങൾ പകരം ഉദ്ദേശിക്കുന്നത്? രോഹിത്തിന് പകരം ജയ്സ്വാളോ? രോഹിത്തിന് പകരം ഇഷാൻ കിഷാനോ? രോഹിത് കളിക്കുന്നിടത്തോളം രോഹിത്തിന് പകരം രോഹിത് ശർമ്മ മാത്രമാണ്. ഇന്ത്യക്ക് ഈ ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ട്. ലെജൻസിന് വേണ്ട അർഹത നൽകാതിരിക്കുക, റിട്ടയർമെൻറ്റ് മാച്ച് നൽകാതിരിക്കുക. നിങ്ങൾ കേവലം റിട്ടയർമെൻറ്റ് മാച്ച് പറഞ്ഞിട്ട് നാളത്തെ മത്സരം നൽകുന്നതല്ല നിങ്ങൾ നൽകേണ്ടത്. രോഹിത്തിനൊക്കെ എങ്ങനെയാണോടാ ODI വേൾഡ് കപ്പിന് ഒഴിവാക്കാൻ പറ്റുന്നത്? മൂപ്പർക്ക് അറിയാം പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ, പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിൽ പെർഫോം ചെയ്യാൻ. രോഹിത് അത് ചെയ്യാറുമുണ്ട്. രോഹിത്തിന് അവസാന വേൾഡ് കപ്പല്ലേ, അവസരം കൊടുക്കുക. രോഹിത്തിൻ്റെ കാര്യം അപ്പം നോക്കിക്കോളും. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, രോഹിത് ശർമ്മയുടെ നിലവിലെ ഫോം ഭയങ്കര ഡൗൺ ആണ്. ബാറ്റിംഗ് കാണുന്നവർക്കറിയാം, ടൈമിങ് പോലുമില്ല, ഷോട്ട്സ് ഒന്നും കൃത്യമല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി അവസരം കൊടുക്കുക, രോഹിത് ശർമ്മ സെറ്റാകും. പിന്നെ ഈ സൺഡേ നടക്കുന്ന മത്സരം അത് രോഹിത് ശർമ്മക്ക് ഒരവസരം കൂടിയാണ്. താൻ തീർന്നിട്ടില്ല തീർന്നു എന്ന് കരുതുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ. ആ മത്സരം രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രഷറുള്ള മത്സരവും ഇമ്പോർട്ടൻ്റ് മത്സരവുമാണ്. രോഹിത് ഒന്ന് ഫോമായാൽ, ആ മത്സരത്തിലെ താരമായാൽ, ഒരു സെഞ്ചുറി നേടിയാൽ, മികച്ച പെർഫോമൻസ് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ രോഹിത് ഫാൻസിനും ബാക്കിയുള്ള എല്ലാ ഇന്ത്യൻ ഫാൻസിനും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാൻസിനും ഉച്ചത്തിൽ പറയാൻ പറ്റും, രോഹിത് വേണം ഇന്ത്യയുടെ ODI വേൾഡ് കപ്പ് സ്ക്വാഡിൽ, ഇന്ത്യയുടെ ഓപ്പണറായിട്ട്. കാരണം ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് റെക്കോർഡുകൾ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയവരാണ്. നിങ്ങൾ തള്ളിപ്പറയരുത്. ഒരവസരം നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളുടെ കടമയാണ്, ബാധ്യതയാണ്. ലെജൻഡാണടാ. ഇന്നത്തെ കാലത്ത് വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള സ്റ്റാറ്റ്സ് ഉള്ളതും രോഹിത്തിന് തന്നെയാണ്. മറക്കരുത്. വന്നവരെ എല്ലാവരുടെ ആഗ്രഹം രോഹിത് വേണമെന്നാണ്. എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്.